എവ്രിവൺ. സോ നിങ്ങൾ നമ്മുടെ ബിസിനസ് സർവീസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അധികം നിങ്ങൾ കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ അധികം നിങ്ങൾ കോമൺലി അറിയാത്ത ഒരു ഭാഗമാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഈ ഇൻഷുറൻസിൻ്റെ ഈ ഒരു പോർഷൻ്റെ അകത്തുനിന്ന് നമുക്ക് കുറച്ച് ടേംസ് ആദ്യമേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. അത് കഴിഞ്ഞിട്ടാവാം നിങ്ങളുടെ ഫംഗ്ഷൻസും ബാക്കി മറ്റു കാര്യങ്ങളും നിങ്ങൾ പഠിക്കേണ്ടത്. കാരണം ബേസിക് ആയിട്ടുള്ള ടേംസ് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് വായിക്കുമ്പോഴത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരും. ചില വാക്കുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ എക്സാമിനൊക്കെ എഴുതുമ്പോഴത്തേക്ക് ഒറ്റ വാക്കിൻ്റെ വ്യത്യാസത്തിലായിരിക്കും ഓരോന്നിൻ്റെ മീനിങ് മാറുന്നത്. അപ്പം അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു മീനിങ് നിങ്ങൾ പഠിച്ചു വെക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എസ് എ ഒക്കെ വായിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ എഴുതുമ്പോഴാണെങ്കിലും നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എന്താണ് ഇൻഷുറൻസ്. അതിന് മുന്നേ ഇൻഷുറൻസിൻ്റെ ഈ ഒരു ഭാഗത്തിൻ്റെ അകത്തുനിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ നമുക്ക് മാറിപ്പോകാൻ ചാൻസ് ഉള്ള ചില വാക്കുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ വി ആർ ഗോയിങ് ടു ലേൺ സം ന്യൂ ടേംസ്. ഓക്കെ, പുതിയ ടേമാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. കുറച്ച് കുട്ടി വാക്കുകൾ നിങ്ങൾക്ക് അറിയാവുന്ന സാധനങ്ങളൊക്കെ തന്നെ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പഠിക്കാം. അപ്പം ഇൻഷുറർ എന്ന് പറയുന്ന ഈ ഒരു വാക്ക്, ഇൻഷുർഡ്, പോളിസി, പ്രീമിയം എന്നീ പറയുന്ന വാക്കുകളൊക്കെ ഇൻഷുറൻസിൻ്റെ ഈ ഒരു ഭാഗത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കാണുന്ന അല്ലെങ്കിൽ എല്ലാ ലൈനുകളിലും നമുക്ക് വായിക്കുമ്പോൾ കാണുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം ആരാണ് ഇൻഷുറർ, ആരാണ് ഇൻഷുർഡ്, എന്താണ് പോളിസി, എന്താണ് പ്രീമിയം എന്ന് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് എന്താണ് ഇൻഷുറർ അല്ലെങ്കിൽ ആരാണ് ഇൻഷുറർ എന്ന് നമുക്ക് നോക്കാം. ഇൻഷുറർ എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനീനെയാണ്. എന്താണ് ഇൻഷുറൻസ് കമ്പനി? ദ വൺ ഹു ഗിവ്സ് ഇൻഷുറൻസ് അല്ലെ. ഒരാൾക്ക് ഇൻഷുറൻസ് കൊടുക്കുന്നയാളെ ഇൻഷുറർ എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇൻഷുറൻസ് കൊടുക്കുന്ന ആരാണ്? ഇൻഷുറൻസ് കമ്പനി അല്ലെ. നമുക്കറിയാം ഇൻഷുറൻസ് കമ്പനിയിൽ ചെന്നാണ് നമ്മൾ ഇൻഷുറൻസ് മേടിക്കുന്നത്. അപ്പോൾ ഇൻഷുറൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിനെ അല്ലെങ്കിൽ കൊടുക്കുന്ന ആൾക്കാരെ നമുക്ക് ഇൻഷുറർ എന്ന് പറയാം. അപ്പോൾ ഇൻഷുറൻസ് കമ്പനി എന്നൊക്കെ നിങ്ങൾ കാണുവാണെങ്കിൽ, ക്വസ്റ്റ്യനിലൊക്കെ വായിക്കുമ്പോൾ ഇൻഷുറൻസ് കമ്പനി എന്നൊക്കെ കാണുവാണെങ്കിൽ അവരെ നമുക്ക് ഇൻഷുറർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പം ഇൻഷുർഡ് ആരാണ് ഇൻഷുർഡ്? ഇൻഷുർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പേഴ്സൺ ഹു ഗെറ്റ്സ് ഇൻഷുറൻസ് അല്ലെ. ഇപ്പം നമ്മൾ മേടിക്കുന്ന ആൾക്കാരാണ്. എടുക്കുന്ന ഇൻഷുറൻസ് പോയി എടുക്കുന്ന ആൾക്കാരാണ്. അപ്പം വരുമ്പോൾ ഓർക്കുക, എ പേഴ്സൺ ഹു ഗെറ്റ്സ് ഇൻഷുറൻസ് നമ്മൾ പോയി ഇൻഷുറൻസ് മേടിക്കുന്ന ആൾക്കാരാണ്, എടുക്കുന്ന ആൾക്കാരാണ് അല്ലെ. അപ്പം വരുമ്പോൾ ഇൻഷുറൻസ് എടുക്കുന്ന ആൾക്കാരാരോ അവരെ നമുക്ക് ഇൻഷുർഡ് എന്ന് പറയാം. എന്താണ് ഇൻഷുർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പേഴ്സൺ ഹു ഗെറ്റ്സ് ഇൻഷുറൻസ്. ഓക്കെ, 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ടാണ് ഓരോ വാക്കും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. അടുത്തതാണ് പോളിസി. പോളിസി എന്ന് പറയുന്നത് ഡോക്യുമെന്റ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉള്ള ഒരു ഡോക്യുമെന്റിനെയാണ് എന്തെന്ന് പറയുന്നത്? പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മളൊരു കമ്പനിയിൽ പുതിയതായിട്ട് വർക്ക് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടല്ലേ. ഇന്ന യൂണിഫോം ഇട്ടുകൊണ്ടേ വരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇന്ന ബുക്കുകൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇന്ന സമയത്ത് വരണം എന്നൊക്കെ പറഞ്ഞ് കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് അല്ലേ. അതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ പുതിയതായിട്ടൊരു സാധനം മേടിക്കുമ്പോൾ അപ്പം നമുക്ക് അതിൻ്റേതായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് അല്ലേ. പുതിയൊരു ജോലി സ്ഥലത്ത് പോകുമ്പോൾ അവിടെയും നമുക്ക് കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അതിനെ നമുക്ക് എന്തെന്ന് പറയാം? പോളിസി. ഒരു റിട്ടൺ ഡോക്യുമെൻ്റ് ആയിരിക്കും, അതിനെ നമുക്ക് പോളിസി എന്ന് പറയാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞിട്ട് അവസാനത്തെ ഒരു മെയിൻ വാക്കാണ് പ്രീമിയം. നമ്മളെല്ലാവരും മോസ്റ്റ്ലി എപ്പോഴും കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും കാര്യങ്ങളാണ് പ്രീമിയം. നമ്മൾ ആമസോണിന് നമ്മൾ പ്രീമിയം അടയ്ക്കാറുണ്ട്, അല്ലെങ്കിൽ സ്പോട്ടിഫൈ പ്രീമിയം നമ്മൾ എടുക്കാറുണ്ട്. എന്തിനാ? നമുക്ക് ആഡ് ഒന്നും ഇല്ലാതെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ ആഡ് ഒന്നും ഇല്ലാതെ നമുക്ക് പാട്ട് കേൾക്കാനോ അല്ലെങ്കിൽ യൂട്യൂബൊക്കെ നമുക്ക് കാണണമെങ്കിൽ ആഡ് ഒന്നും ഇല്ലാതെ നമ്മൾ പ്രീമിയം കൊടുക്കുവാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു സർവീസ് നമുക്ക് കിട്ടും. ഇവിടെ പ്രീമിയം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു എമൗണ്ട് നമ്മൾ കൊടുക്കും അല്ലെ. ഇൻഷുറൻസ് എടുക്കുമ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ 10 ലക്ഷത്തിൻ്റെ ഒരു പ്രീമിയം കൊടുത്തായിരിക്കും നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുന്നത്, അല്ലെങ്കിൽ 1 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ ആ കൊടുക്കുന്ന എമൗണ്ടിനെ നമുക്ക് പ്രീമിയം എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഇത്രയും ടേംസ് നിങ്ങൾ വളരെ ക്ലീൻ ആയിട്ട് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവും ഇൻഷുറൻസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിനകത്ത്. ഇതിൻ്റെ കൂടെ തന്നെ എന്താണ് ഇൻഷുറൻസ് എന്നും കൂടെ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ഇൻഷുറൻസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ 2 മാർക്സിന് എക്സ്പെക്ട് ചെയ്യാം. ക്രിസ്മസ് എക്സാമിനും മെയിൻ എക്സാമിനും ഒക്കെ 2 മാർക്സിന് സ്ഥിരം കാണുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ദ കോൺട്രാക്ട് ഇൻ വിച്ച് ആൻ ഇൻഡിവിജ്വൽ ഓർ എൻറ്റിറ്റി പേസ് ആൻ ഇൻഷുറൻസ് കമ്പനി. ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് നമ്മൾ ഒരു സർട്ടൻ എമൗണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇൻ എക്സ്ചേഞ്ച് ഫോർ ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ഓർ റീഎംബേഴ്സ്മെന്റ് ഓഫ് ലോസസ് റിസൾട്ടിങ് ഫ്രം ദി കവേർഡ് ഇവന്റ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് നമുക്ക് എന്താണെങ്കിലും ഒരു അൺഎക്സ്പെക്റ്റഡ് ഹാപ്പനിങ് സംഭവിക്കും ഉറപ്പുള്ള പല കാര്യങ്ങളും കാണും അല്ലേ. ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസ് ആയിക്കോട്ടെ, ഇപ്പോൾ ഫയർ ഇൻഷുറൻസ് ആയിക്കോട്ടെ, നമ്മൾ പല ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ഷോർട്ട് വീഡിയോസ് ആണെങ്കിലും മെസ്സേജ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം അങ്ങനെ ഓരോ ടൈപ്പ് ഓഫ് ഇൻഷുറൻസസ് നമ്മൾ എടുക്കുന്ന എന്തിനാ? എങ്ങാനും സംഭവിച്ചാൽ നമ്മുടെ ലോസിനെ അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതിനെയാണ് നമ്മൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോൺട്രാക്ട് ഇൻ വിച്ച് ആൻ ഇൻഡിവിജ്വൽ ഓർ എൻറ്റിറ്റി പേസ് ആൻ ഇൻഷുറൻസ് കമ്പനി ടു ഇൻ എക്സ്ചേഞ്ച് ഓഫ് ഫോർ ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ഓർ റീഎംബേഴ്സ്മെന്റ്. നമുക്ക് തിരിച്ച് നമ്മൾ കൊടുത്ത പൈസ നമുക്ക്
നമുക്ക് അത്രയും നഷ്ടം വന്നെങ്കിൽ നമുക്ക് തിരിച്ച് ആ പൈസ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഷുറൻസിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഓരോ ഇൻഷുറൻസും പല രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഫയർ ഇൻഷുറൻസ്, മറൈൻ ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, ഈ 3 ഇൻഷുറൻസിനെ പറ്റി നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം എന്താണ് ഇൻഷുറൻസ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കുറേ പുതിയ ടേംസുകൾ കാണും. അപ്പം ഈ ടേംസുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് വെക്കുക. കാരണം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇൻഷുറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, ഇൻഷുവേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, എന്താണ് പ്രീമിയം എന്നൊക്കെ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എഴുതുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെയും അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ഒന്നുകൂടെ ഒന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെയും വായിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, യെസ്. അപ്പം ഇത്രയും ഭാഗം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.